ഹലോ ഗൈസ്, അപ്പം ഞാനേ ഒരു 10 ദിവസം ഒരു 5 കൺട്രി പോയത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഞാൻ റീൽസിലൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ആക്ച്വലി ഒരു പ്രൊമോഷൻ ഭാഗമായിട്ടാണ് പോയത്. ട്രിനിറ്റി ഇന്റർനാഷണൽ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പ്രൊമോഷനായിട്ടാണ് പോയത്. അപ്പോൾ അത് 5 കൺട്രീസ് അവർ നല്ല അടിപൊളി രീതിയിൽ എല്ലാം കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ പ്രൊമോഷന് പോയ സ്ഥിതിക്ക് നമുക്ക് ചിലവ് വരുന്നത് ആകെ നമ്മുടെ ഓൺ ഷോപ്പിംഗ് ആണ്. അപ്പോൾ അത് മാക്സിമം കിട്ടാത്ത കാര്യങ്ങളും എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെ, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പെട്ടി പൊട്ടിക്കൽ വ്ളോഗാണ്. ഈ പെട്ടിയിൽ ഫുൾ ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളാണ്. ഇനിയുണ്ട് കേട്ടോ, ഇത് 2 പെട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഓരോ സാധനം എവിടെ നിന്ന് മേടിച്ച എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത്, അമ്മേ ഇതെന്താണ് അതിൻ്റെ പേര്? ഡോറെമോൻ. ഇതൊരു ഡോറെമോൻ്റെ ഡോളാട്ടോ. ഇത് ഡോറിമോനൊക്കെ ഇവരുടെ നാട്ടിലെ ആനിമേ കഥാപാത്രമാണല്ലോ. അപ്പൊ ഞാൻ ഇതിനെ തായ്ലൻഡ്, കൊറിയക്കാർ അങ്ങനെ എന്തൊക്കെയല്ലേ ഡോറിമോൻ, അറിയില്ല. എന്തായാലും ഇതിനെ ഞാൻ തായ്ലൻഡിൽ നിന്ന് പൊക്കിയതാട്ടോ. ഇതിനെ നല്ല രസമുണ്ട്, ഇങ്ങനെ പ്ലീ അങ്ങനെ ആക്കാൻ പറ്റും. ഇനി നമ്മുടെ പെട്ടി ഇതാ പൊട്ടിക്കൽ. ഇത് കണ്ട അയ്യോ, യെസ്, ഇത് ഒരു എന്നെ കാണാനില്ലേ, ഇത് ഒരു വൈനാണ്. ഇത് ലാസ്റ്റ് സ്ഥലത്തെത്തി കേട്ടോ, ഹെനോയ് എവിടെയാണെന്ന് അറിയില്ല നിങ്ങൾക്ക്? ഹെനോയ് എവിടെയാ? വിയറ്റ്നാമിലെ സിറ്റിയാണ്. ഹെനോയിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു വൈൻ. എനിക്കിതിനെക്കുറിച്ച് ഇത് ഭയങ്കര നല്ലതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഞാനിത് കണ്ടപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതൊരു പ്ലം ഇട്ടിട്ടുള്ള ഒരു സ്വീറ്റ് കൈൻഡ് ഓഫ് വൈനാണ്. ഇതെന്താ ടേസ്റ്റ് എന്നൊന്നും അറിയില്ല, മേ ബി ബെറ്റർ നല്ലതായിരിക്കും. ഓക്കെ, ഒരു വൈൻ. ഇത് അതുപോലെ തന്നെ ഒരു വൈൻ. പിന്നെ ഇത് ഫാൻറ്റ, കാണുന്നുണ്ടോ ഫാൻറ്റ? ഇത് ഫാൻറ്റയുടെ ഹുവാങ് നഹ ടൈ ചേ തോയ് എന്ന് പറയുന്ന ഫ്ലേവർ. നമ്മുടെ ഫാൻറ്റ ഏതാ കളറ്? ഓറഞ്ച് അല്ലേ? ഓറഞ്ച്. ഇത് കക്ക കുടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന കേട്ടോ, അവിടുത്തെ കളർ ഫാൻറ്റ. പിന്നെ ഇത് വിയറ്റ്നാമിൽ നിന്ന്, ഇത് ഓക്കെ. ഇനി അടുത്തത് വിയറ്റ്നാമിൽ നിന്ന് ഒരു സ്പെഷ്യൽ ടീഷർട്ട്, വിയറ്റ്നാമിൻ്റെ പടമൊക്കെ ഉള്ളൊരു ടീഷർട്ട്. കൊള്ളാവോ? സൂപ്പർ. ഒന്ന് മടക്കി വെക്കട്ടെ കേട്ടോ. മടക്കി വെക്കണം എന്നൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. വിയറ്റ്നാമിൽ നിന്ന് ഇത്. ഇനി ഇത് കുട്ടികളുടെ ഹരമായ, ആരാത്? ഫ്രോസൺ സിനിമ കണ്ടിട്ടുണ്ടോ? ഫ്രോസണിലത്തെ എൽസ. ഫ്രോസണിലത്തെ എൽസയുടെ ഒരു പേനയാണെന്നാട്ടോ തോന്നുന്നത്. നല്ല രസമല്ലേ ഡിസ്നിയുടെ? അത് മേടിച്ചു ഞാൻ. അടുത്തത് ഒരു സ്പെഷ്യൽ സാധനമാണ്. സൂട്ടോപ്പിയ ഫാൻസ് ആരൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ? സൂട്ടോപ്പിയ. അപ്പോൾ അവരൊക്കെ കമന്റ് ചെയ്തോ, നല്ല ഭംഗിയിൽ മേടിച്ചത് എങ്ങനെയാ പോയി. ഇതിന്റെ അകത്ത് എന്താണെന്ന് തുറന്നു നോക്കാൻ പറ്റില്ല. കമന്റ് ഇട്ടിട്ട് ഇത് ഗീവ് അവേ തരൂല്ല, സോറി. ഇത് സൂട്ടോപ്പിയ ഫാൻസുകാർക്ക് ഉള്ളതാണ്. സൂട്ടോപ്പിയയുടെ ഒരു ഗിഫ്റ്റ്. ഇപ്പൊ സൂട്ടോപ്പിയ 2 ഇറങ്ങിയൊക്കെയാ തിയേറ്റേഴ്സില് അല്ലേ, ലേറ്റസ്റ്റ് ആയിട്ട്. അപ്പൊ അതിന്റെ ഒരു ടോയ് ആണ്. അപ്പൊ എന്ത് ടോയാന്ന് എനിക്ക് തുറന്നു നോക്കാൻ പറ്റൂല, സർപ്രൈസ് എലമെന്റ് അല്ലേ. അപ്പൊ ഞാൻ എന്തേ തുറക്കാൻ പോവാണേ. ഇതിൽ ആരായിരിക്കും? സൂട്ടോപ്പിയയിലെ ഏത് കഥാപാത്രമായിരിക്കും? മുസ്തു? ഫോക്സ് ഉണ്ട്, ഇതുണ്ട്. സൂട്ടോപ്പിയ കണ്ടവർക്ക് അറിയാം. മൊയലുണ്ട്. ഇതിൽ ആരായിരിക്കും? എനിക്ക് ഇങ്ങനത്തെ സർപ്രൈസ് എലമെന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഈ സാധനം എനിക്ക് ഇഷ്ടമായിട്ടല്ല. ഇതിൽ എന്താവും എന്നുള്ളൊരു മൊയൽ എന്നല്ലേ പറയണേ? ഞാൻ പറയുന്നത് ഫോക്സ് എന്ന്. നമ്മളെ എല്ലാവരെയും ഇത് ചെയ്തുകൊണ്ട് നമുക്ക് സൂട്ടോപ്പിയയിലെ ഇതെന്താണെടാ, ടൈഗറിന്റെ ഒരു കീ ചെയിനാണ് കേട്ടോ. അതല്ല ക്യൂട്ടായിട്ടില്ലേ? നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇപ്പൊ സൂട്ടോപ്പിയയിൽ ഈ ക്യാരക്ടറിന്റെ പേര് അറിയുന്ന ഒരു കമന്റ് ചെയ്തോ. ആ കമന്റ് ശരിയാണെങ്കിൽ അതിലൊരാൾക്ക് ഞാൻ ഇതിനെ തരും. ഓക്കെ, വേഗം കമന്റ് ചെയ്തോ. ഈ സൂട്ടോപ്പിയയിലെ ഗൂഗിൾ ചെയ്തിട്ട് കമന്റ് ചെയ്തവർക്ക് ഞാൻ തരൂല്ല, ശരിക്കും കമന്റ് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ. അതൊക്കെ എനിക്ക് മനസ്സിലാവും, കമന്റ് എപ്പോഴും ഇടുന്നതൊക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ അതായല്ലോ. ഇനി ലേസ്. നമ്മുടെ നാട്ടിൽ ഇത് എക്സ്ട്രാ ബാർബിക്യൂ ഫ്ലേവറുള്ള ലേസ് ഉണ്ടോ ഇല്ലയോ? ഇല്ല. അപ്പൊ അത് കൊണ്ടുവന്നു. അതൊന്നും എനിക്കറിയില്ല, വളരെയധികം. നമ്പർ 1 ചിപ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ അവിടുത്തെ ഓറിയോ ഫ്ലേവർ, മാർഷ്മെല്ലോ ഫ്ലേവറുള്ള ഓറിയോ കഴിച്ചിട്ടുണ്ടോ മുസ്തു? കഴിച്ചിട്ടുണ്ടോ മാർഷ്മെല്ലോ ഫ്ലേവറുള്ള ഓറിയോ? ഇല്ല, മാർഷ്മെല്ലോ ഫ്ലേവറുള്ള ഓറിയോ. ഓക്കെ. പിന്നെ ഇതെന്താ? ഇതിലേക്ക് നമുക്ക് പിന്നെ വരാം. വലിയ സാധനങ്ങൾ ആദ്യം കാണിക്കട്ടെ. ഇത്
ദിസ് ഇസ് കോഫി ക്യാൻഡി ഫ്രം വിയറ്റ്നാം. കോഫി ക്യാൻഡിയെ ഇഷ്ടപ്പെട്ടോ? കോഫിയുടെ ഫ്ലേവറുള്ള ക്യാൻഡി ആയിരിക്കും അത്. ഒരുപാടുണ്ട് നമുക്ക് അൺബോക്സ് ചെയ്യാനായിട്ട്. ഇനി എന്ന് പറയുന്നത് ഒരു ഷണേലോ, അയ്യോ രൂപ പൊത്തി പിടിക്കട്ടെ, ഷണേലിൻ്റെ ഒരു ബാഗ്. ദിസ് ഇസ് എക്സ്ക്ലൂസീവ്ലി ഫോർ മൈ സിസ്റ്റർ. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? ഷണേലിൻ്റെ ഒരു ബാഗ്. ഓക്കെ, ദെൻ ഷണേലാണോ? ആ സിമ്പിൾ ഏതാ? ഷണേല ഗുച്ചിയാണ് തോന്നുന്നു അല്ലേ? ഗുച്ചിയോ ഷണേൽ, വാട്ട് എവർ ഇറ്റ് ഈസ്. അതിൻ്റെ ഒരു ബാഗ്. അതുപോലെ തന്നെ മറ്റൊരു ഉപഹാരം, 2 ബാഗ്. ഒരു ഷണേൽ, ഗുച്ചിയുടെ ഒരു, ഗുച്ചിയോ ഷണേൽ ഏതാണ് അവൻ? എന്തായാലും ഫസ്റ്റ് കോപ്പിയാണ്, അത് അത്രേ ഉള്ളൂ. ഫസ്റ്റോ സെക്കൻഡോ തേർഡോ കോപ്പിയാണ് സാധനം. നല്ലൊരു രസമല്ലേ കാണാൻ? ഒരു 2 ബാഗ്. ഇനി അടുത്തത് മുസ്തൂനൊരു ടീഷർട്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇതിൻ്റെ അകത്ത് ഇത് എന്തൊക്കെ പ്രിൻ്റൊക്കെ ഉണ്ട്. ഇത് ഞാൻ മാളിൽ നിന്ന് മേടിച്ചതാ, അതുകൊണ്ട് അങ്ങനെ ഒരു ടീഷർട്ട്. ഓക്കെ, ഇത് ശ്രീലങ്ക. യെസ്, കാണിച്ചു തരാം കേട്ടോ. കോഫി അല്ല, ട്രോഫി അല്ല. എന്തോരോ സാധനങ്ങളാണ് ഇനി അൺബോക്സ് ചെയ്യാൻ കിടക്കുന്നേ. ഇത് ഇങ്ങനെ വെക്കാൻ പറ്റുമേ. യെസ്, ശ്രീലങ്കയിലെ എലിഫൻ്റ് ആണല്ലോ. അപ്പോൾ അവരുടെ ഒരു വീട്ടിലിങ്ങനെ ഒരു സൊവനിയർ, നല്ല രസമല്ലേ? ശ്രീലങ്കയുടെ സൊവനിയർ. നൗ വി ഹാവ് എല്ലാം ചതഞ്ഞെന്ന ഈ എയർ ഏഷ്യക്കാരിങ്ങനെ എറിഞ്ഞിട്ടേ എല്ലാ പെട്ടികളൊക്കെ ചതഞ്ഞു പോയി. പക്ഷേ റിയലി ഹാപ്പി, നമ്മുടെ കുപ്പികളൊന്നും പൊട്ടിയിട്ടില്ല അല്ലേ? ഇതൊരു മിൽക്ക് കോഫി, വിയറ്റ്നാം എന്ന് മേടിച്ച മിൽക്ക് കോഫിയാണ്. നന്നായിട്ടുണ്ടോ? നമുക്കിതിലേക്ക് പിന്നെ വരാം. അത് സോവനിയേഴ്സ് തന്നെയാണ്. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് സത്യം പറഞ്ഞ് എനിക്ക് പോലും അറിയില്ല. ഇതിലേക്ക് നമുക്ക് പിന്നെ വരാം. ഇതൊരു കിറ്റ്കാറ്റ്, മൈലോൻ്റെ ഫ്ലേവറുള്ള കിറ്റ്കാറ്റ്. നമ്മുടെ ഇവിടെ മൈലോ ഫ്ലേവർ കിറ്റ്കാറ്റ് ഉണ്ടോ? ഇല്ല. അപ്പം മൈലോ ഫ്ലേവർ കിറ്റ്കാറ്റൊക്കെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഇത് അമ്മൂമ്മയ്ക്ക് വേണ്ടി മേടിച്ച സാധനമാണ്. എന്തായിരിക്കും അമ്മൂമ്മ? അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് ബാമുകൾ, ടൈഗർ ബാമുകൾ, പല നിറത്തിലും പല ഇതിലുള്ള ബാമുകൾ. പക്ഷെ ഇത് ഇവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല, അത്ര ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലൂ. 3 ബാമുണ്ട് അമ്മൂമ്മയ്ക്ക്. 3 ബാമുകൾ അമ്മൂമ്മയ്ക്കുള്ളത് അവസാനിച്ചിട്ടില്ല. ഇതിലെന്താ? സാരില്ല. ഇതൊക്കെ ഞാൻ മാറ്റി വെക്കുന്നത് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് പോലത്തെ സാധനങ്ങളാണ്. നടുവേന തുടങ്ങി, പ്രായമായല്ലോ. ഇനി ഇതെനിക്ക് കിട്ടിയത് എങ്ങനെയുണ്ട്? ക്രിസ്മസ് റിലേറ്റഡ്, നല്ല രസമായിട്ടില്ലേ? ഇത് 2 ഞാൻ മേടിച്ചു. ഓക്കെ, ക്രിസ്മസിൻ്റെ ഒരു ഭംഗിക്ക് വെക്കുന്ന സാധനം. ഇതിവിടെ ഇരിക്കട്ടെ. എന്തോരോ സാധനങ്ങളാ മക്കളെ ഇത്. ഇതിലേക്ക് ഞാൻ വരാം. ദിസ് ഈസ് ഒരു അടിപൊളി സാധനമാണ്. ദിസ് ഇസ് എ സ്ട്രോബെറി ആൻഡ് കിവിയോന്റെ ഫ്ലേവർ ഉള്ള ബ്ലാക്ക് ടീ. ബാസിലൂർ എന്ന് പറയുന്ന ബ്ലാക്ക് ടീ ഇല്ലേ? ബ്ലാക്ക് ടീയിൽ സ്ട്രോബെറിയും കിവിയുടെയും ഫ്ലേവർ വന്നാൽ എങ്ങനെ ഇരിക്കും? പൊളിക്കില്ലേ? അപ്പോൾ അത് ഒരു ബ്ലാക്ക് ടീ നമുക്ക് കോഫി സെഷനിലൊക്കെ വെക്കാം. ഓക്കെ, ഇത് ശ്രീലങ്ക എന്ന് എഴുതിയിട്ടുള്ളൊരു അവരുടെ ഒരു വുഡിൽ ചെയ്തിട്ടുള്ള കീ ചെയിൻ. നമുക്ക് ഇതിലേക്ക് വെക്കാം. ചെറിയ സോവനിയേഴ്സ് അല്ലേ? ഓക്കെ, ഇത് ഒരു ലിപ്പ് വോളിയം ചെയ്യുന്ന ഒരു സാധനം. കൊറിയക്കാർ ഉപയോഗിക്കുന്ന ലിപ്പിൽ പുരട്ടി കഴിഞ്ഞത് ഇങ്ങനെ. ഓക്കെ, യെസ്. ഇനി നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. കിൻഡർ ജോയ്, അവരുടെ നാട്ടിലെ കിൻഡർ ജോയ്. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? പിന്നെ കണ്ണുമിഠായി, ഇത് നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കണ്ണുമിഠായി, ഇതൊരു ജെല്ലി, ശരിക്കും കണ്ണ് പോലെ ഇരിക്കും. അത് നിങ്ങൾ കുറേ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്കതൊന്ന് ശരിക്കും ഒറിജിനൽ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഇത് ഞാൻ ശ്രീലങ്കയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഞാൻ ഇവിടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ദെൻ വി ഹാവ് ചോക്ലേറ്റ്സ് കിറ്റ്കാറ്റിൻ്റെ സ്ട്രോബെറി ഫ്ലേവർ കിറ്റ്കാറ്റ്. സ്ട്രോബെറി ഫ്ലേവർ കിറ്റ്കാറ്റ്. അതൊന്നും നമ്മളങ്ങനെ ഇവിടെ കിട്ടാത്ത സാധനങ്ങളല്ലേ കിറ്റ്കാറ്റിൻ്റെ സ്ട്രോബെറി ഫ്ലേവർ. ഓക്കെ, ഇനി ഒരു പ്രീമിയം ചോക്ലേറ്റ് ഫ്രം മലേഷ്യ. കൊള്ളാമോ? ദെൻ വി ഹാവ് മാംഗോ ചോക്ലേറ്റ്സ്, മാംഗോൻ്റെ ഷേപ്പിലുള്ള ചോക്ലേറ്റ്സ്. നല്ല രസമല്ലേ? ഇതും ഫ്രം മലേഷ്യ എന്ന് തോന്നുന്നു കേട്ടോ. മാംഗോ അല്ല, ഇത് തായ്ലൻഡിൻ്റെ മാംഗോ ചോക്ലേറ്റ്. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത് അത് അവസാനം എല്ലാം കൂടി മിക്സ് ചെയ്ത് അത് കാരണം ആകെ എന്തൊക്കെയൊക്കെ ആയി. എന്നാലും എനിക്കറിയാം എവിടെ നിന്നാണ് മേടിച്ചതെന്ന്. ഇതെങ്ങനെയുണ്ട്? ഇതൊരു ടീഷർട്ട്. ഇത് കംബോഡിയെന്ന് മേടിച്ച 5 രാജ്യങ്ങളാണിത്. കംബോഡിയെന്ന് മേടിച്ച ഒരു ടീഷർട്ടാണ്. ടീഷർട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇങ്ങനത്തെ ടീഷർട്ട് അവിടെ കൂടുതൽ ഇങ്ങനെ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള അവരുടെ ഒരു പിക്ചറൊക്കെ ഉള്ളൊരു ടീഷർട്ടാണ്. സ്ലീവ്ലെസ് ഒന്നും കണ്ടില്ല. ഇനിയുള്ളത് ഞാൻ കാണിക്കും, പക്ഷെ എന്നോട് അത് ആരും ചോദിക്കരുത്, തരില്ല. ഒറ്റ ഉത്തരം തന്നെ. ഇത് കൊറിയൻ സ്കിൻ കെയർ, 2 കൊറിയൻ സ്കിൻ കെയറിൻ്റെ 2 ഫേസ് മാസ്ക്. ഇതിങ്ങനെ ഞാനിട്ട് ഇനി നിങ്ങൾ നേരത്തെ കണ്ടായിരിക്കുമല്ലോ കൊറിയക്കാരുടെ ചുണ്ട് പോലെ ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ 2 കൊറിയൻ മാസ്ക് ഇതും കിട്ടി കഴിയുമ്പോൾ ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ കൊറിയക്കാരെ പോലെ ഇരിക്കും. അതിന് നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളും. ഓക്കെ, ഇനി അടുത്തത് ഇതെന്താണെന്നറിയില്ലേ? ഹെഡ് ബാൻഡ്. ഞാൻ എപ്പോഴും വിചാരിക്കും മേക്കപ്പ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഇങ്ങനെ ഹെഡ് ബാൻഡ് ഇട്ടിട്ട് ചെയ്യണം. അപ്പോൾ ഇത് കുറച്ചൊരു ക്യൂട്ടായിട്ടുള്ള ഹെഡ് ബാൻഡ്, നല്ല രസമല്ലേ? അത് ഞാൻ മേടിച്ചു. ഇത് കൊറിയയിൽ മാത്രം കിട്ടുന്ന നൂഡിൽസ്. ഇവിടെ കിട്ടുമായിരിക്കും, പക്ഷേ ഇങ്ങനൊരു ബ്രാൻഡ് ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത് തായ്ലൻഡിൽ നിന്ന് മേടിച്ച നൂഡിൽസ് ആണ്. ഇത് എൻ്റെ പൂച്ചക്കുട്ടിക്ക് ഒരു സമ്മാനം. പൂച്ചക്കുട്ടിക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് മേടിച്ചുകൊണ്ടിട്ടെ. ഇത് നിന്റെ പൂച്ചയ്ക്ക് ഇതൊന്ന് കുറച്ച് തന്നു വിടും. അപ്പോൾ പൂച്ചകൾക്ക് മാത്രമുള്ള ഒരു പൂച്ച ഫുഡ്. ഇത് ഞാൻ മേടിച്ചത് മലേഷ്യ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. യെസ്, മലേഷ്യ എന്ന് മേടിച്ച ഒരു 2 പെണ്ണുങ്ങൾ ഇരുന്നിട്ട് അവർ തന്നെ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ പൂച്ച ഫുഡാണ്. അപ്പോൾ പൂച്ചയുടെ ഫുഡ് മലേഷ്യയിലെ കുറേ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആനിമൽ ബേസ്ഡ് പ്രോട്ടീനുള്ള അടിപൊളി പൂച്ചയുടെ ഫുഡ്. കിറ്റൻസിന് കൊടുക്കാം, ഏത് ഏജിനും കൊടുക്കാൻ പറ്റുന്ന ഒരു പൂച്ച ഫുഡാണ് മലേഷ്യയിൽ നിന്ന് മേടിച്ചത്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അമ്മൂമ്മയുടെ തീർന്നിട്ടില്ല എന്ന്. ഇല്ല, തീർന്നിട്ടില്ല. ഒരു പെട്ടി തന്നെ നമ്മൾ മേടിച്ചു. ഒരു പെട്ടി തന്നെ നമ്മൾ ഈ സാധനം മേടിച്ചിട്ടുണ്ട്. കാരണം ഇത് അമ്മൂമ്മയ്ക്ക് മാത്രമല്ല, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. മണത്ത് നോക്കി ഭയങ്കര ടെസ്റ്റേഴ്സ് വെക്കുന്നല്ലോ, അടിപൊളിയാണ്. അപ്പം ഇത് സെയിം തന്നെ. അതിൻ്റെ ഒരു ബോക്സ് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം അമ്മൂമ്മയ്ക്ക് കൊടുക്കാം, പിന്നീട് നമുക്ക് വേണ്ടപ്പോൾ ഉപയോഗിക്കാമല്ലോ. അതെ, നമുക്ക് വീഡിയോയിൽ ഇത് കട്ട് ചെയ്ത് കളയേണ്ടി വരും. കാരണം 10 വട്ടം പറഞ്ഞിട്ട് അവർ പിന്നെയും അനാവശ്യ വർത്താനങ്ങൾ കൊണ്ടുവരികയാണ്. ഇത് നമുക്ക് ഒരു ബോട്ടിലാണ്, ഒരു വാട്ടർ ബോട്ടിലാണ് അടുത്തതുള്ളത്. ഇത് ഞാൻ തായ്ലൻഡിൽ നിന്ന് മേടിച്ച ഒരു സ്പെഷ്യൽ വാട്ടർ ബോട്ടിലാണ്. കൊടുക്കില്ല, ഞാൻ ഇത് ആർക്കും കൊടുക്കില്ല. എങ്ങനെയുണ്ട്? നല്ല രസമായിട്ടില്ലേ? നല്ല ക്യൂട്ടായിട്ടുള്ള. അയ്യോ, അതിൻ്റെ ഒപ്പം ഫ്രീ കിട്ടിയത് നോക്ക്. ടോം അല്ലേ ഇത്? ടോം ആൻഡ് ജെറിയുടെ വാട്ടർ ബോട്ടിൽ വിത്ത് ഇതൊക്കെ ആയിട്ടൊരു അടിപൊളി ഡിസ്നേയുടെ ആണ്. നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇതൊക്കെ നമുക്ക് ഇവിടെ ഒന്നും കിട്ടൂല. ഇത് തായ്ലൻഡിൽ നിന്ന് സ്പെഷ്യലായി മേടിച്ചതാണ്. ഇനിയുള്ളത് 2 വാളിൽ ഒട്ടിക്കുന്ന നൈറ്റിൽ തിളങ്ങുന്ന 2 സ്റ്റിക്കേഴ്സ്. ഇതൊക്കെ നമുക്ക് ഇത് ഞാൻ ചുമ്മാ പൈസ തികയ്ക്കാൻ, മീൻസ് ചിലന്ന് എൻ്റെ ക്യാഷ് ശരിയാക്കാൻ വേണ്ടി 2 റിങ്കറ്റ് 3 റിങ്കറ്റ് നമ്മൾ മിഠായി മേടിക്കില്ലേ, അതുപോലെ ഞാൻ ജസ്റ്റ് മേടിച്ചെന്നേ ഉള്ളേ, അല്ലാണ്ട് അതെൻ്റെ പെർച്ചേസിൻ്റെ ഭാഗമല്ല. ഇത് ഞാൻ നേരത്തെ വിട്ടുപോയ ഒരു കണ്ണുമിഠായും കൂടി ഉണ്ട്. എല്ലാം 2 ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കാണിക്കാം, പക്ഷേ ഇതിവിടെ ഉള്ള ആരും ചോദിക്കരുത്. ഒരെണ്ണം കമ്മല്, ഒരു നല്ല കമ്മലാട്ടോ. ഇത് ചേച്ചിക്ക് മേടിച്ച കമ്മല. നോക്കിയേ, 2 എന്താ പറയാ, ജസ്റ്റ് ഒരു പൂവിന്റെ ഞാൻ ഊരി കാണിക്കണോ? ജസ്റ്റ് ഒരു പൂ വെച്ച പോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ അത്. ഓക്കെ, ഇനിയാണ് മാല. മ്യാവ് 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 മ്യാവ്. കണ്ടോ? മീനിന്റെ തല, എല്ലുകളും ഫുള്ള് ഒരു സ്റ്റോൺ വെച്ച്. ഇഷ്ടപ്പെട്ടില്ല? ഇത് പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഒരു മീനിന്റെ മാല. നിനക്ക് വേണ്ടല്ലോ? അതൊക്കെ ഇടണം. നമ്മൾ എപ്പോഴും നല്ല ജില്ലായിരിക്കണം. പിന്നെന്താ ഉള്ളത്? ഇതിനകത്തെന്താ? ബില്ലുകളാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് 2 സുവർണ സാധനങ്ങളാണ്. നമ്മൾ എവിടെ പോയപ്പോഴാണ്? മലേഷ്യയിൽ പോയപ്പോൾ മലേഷ്യൻ മെയ്ഡ് വാച്ചസ്. മലേഷ്യയിൽ ഉണ്ടാക്കുന്ന വാച്ചസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ക്വൈറ്റ് എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷേ മലേഷ്യൻ മെയ്ഡ് വാച്ചൊന്നും ഞാൻ ഉപയോഗിച്ചില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അമ്മയ്ക്ക് വാച്ച് എപ്പോഴും ഇല്ല എന്ന് പറയാം. അപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വയലറ്റ്
വാച്ച്, ഒരു മലേഷ്യൻ മെയ്ഡ്, ഒരു കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാച്ച്. പക്ഷേ വാച്ചൊക്കെ നമുക്ക് ഇനി മലേഷ്യയിൽ എപ്പോൾ പോകുന്നറിയില്ലല്ലോ. അപ്പോൾ പക്ഷെ ദിസ് ഈസ് അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് കളർ, വയലറ്റിൽ ഒരു വാച്ച്, വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാച്ച്. ഓക്കെ, അപ്പം അമ്മയ്ക്ക് മാത്രം മേടിച്ചാൽ മതിയോ? എനിക്ക് വേണ്ടേ വാച്ച്? ഇല്ല 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 ഇല്ല, ഇതാ എനിക്കൊരു മലേഷ്യൻ മെയ്ഡ്, മലേഷ്യയിൽ നിന്ന് എനിക്കൊരു വാച്ച് വിച്ച് ഇസ് ഓക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച്. സോ നമ്മുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുവാണ്. ഇവിടെ ബാക്കിയുണ്ട്. ഞാൻ ഇത്ര ഷോപ്പിംഗ് ഒന്നും ചെയ്യാറില്ല, പക്ഷെ നമ്മൾ ഫ്രീ ആയിട്ട് പോയ സ്ഥിതിക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യണ്ടേ. ഇത് H&M ഞാൻ മേടിച്ചിട്ടുള്ള ഒരു അടിപൊളി ഷർട്ടാണ്, ഫുൾ ഗ്ലിറ്ററിങ്. ഇതിൻ്റെ H&M കോസ്റ്റ് ഇന്ത്യൻ പ്രൈസ് വരുന്നത് അറൗണ്ട് 8,000 or 9,000 rupees ആണ്. പക്ഷേ 70% ഓഫ് നടക്കുന്നത് കൊണ്ട് എനിക്ക് എത്ര രൂപയ്ക്ക് കിട്ടി? വെറും 1,500 രൂപയ്ക്ക് ഇത് കിട്ടിയത്. എൻ്റെ ഒരു ഫേവറേറ്റ്. ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കി നടന്നതാണ് H&M. പക്ഷേ ഒരു 7,000 ഒന്നും ഞാൻ സ്പെൻഡ് ചെയ്യാൻ ഓക്കെ ആയിരുന്നില്ല. സോ അപ്പോൾ 1,500 എനിക്ക് ഈ ഒരു അമേസിങ് ആയിട്ടുള്ള ജാക്കറ്റ് കിട്ടി. ഇത് ഞാൻ വിയറ്റ്നാമെന്ന്, എവിടെന്നാ? വിയറ്റ്നാമെന്ന് പൂജയ്ക്ക് ചേച്ചിക്ക് മേടിച്ചൊരു ഡ്രസ്സാണ്. എങ്ങനെയുണ്ട്? നല്ലൊരു പാവാടയും, പാവാടയുടെ ഒപ്പം നോക്കൂ ഒരു ഇങ്ങനത്തെ ഒരു ടോപ്പും പാവാടയായിട്ടൊരു എന്താ, ഇത് വേണമെങ്കിൽ അമ്മയ്ക്ക് ഉപയോഗിക്കാം. ഞാൻ ശരിക്കും അമ്മേനെ കണ്ടിട്ടാണ് മേടിച്ചത്, പക്ഷെ അമ്മ പാവാട ഇടുമെന്ന് എനിക്കറിയില്ല. ഒരു സ്കേർട്ടും ടോപ്പും വിയറ്റ്നാമിൽ നിന്ന്. ഓക്കെ, ഇനി ഇതേ വിയറ്റ്നാമിൻ്റെ കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, നേരത്തെയും ഞാൻ കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് വെച്ചിരുന്നില്ലേ, അതാണ്. ഇനിയുണ്ട് ഇത് വിയറ്റ്നാമിൻ്റെ മറ്റൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ്. കാണിച്ചൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തോ, ഭംഗിയായിട്ടല്ലേ? ഇനി ഒരു ആനയുടെ കൊമ്പുള്ളൊരു ജ്വല്ലറി. ഓക്കെ, ആനയുടെ ഒരു കൊമ്പ് പോലത്തെ ആനക്കൊമ്പ് കാണണ്ട, അങ്ങനെ ഒരു മാല. ഇതിലെന്താ? ഇതാ ഞാൻ മുസ്തൂന് മേടിച്ചതാ, ഒരു ട്രൗസർ. ഭയങ്കര വിലക്കുറവാട്ടോ ഇതൊക്കെ. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും ഭയങ്കര ചീപ്പായിട്ട് എനിക്ക് കിട്ടി ഈ ഷോർട്സ് ഒക്കെ. ഇത് നൈക്കിയുടെ അതേ ഫീൽ, നൈക്കിയുടെ ഫസ്റ്റ് കോപ്പിയാണ്, ബട്ട് ഇറ്റ് ലുക്സ് സോ ഒറിജിനൽ. ഓക്കെ, നൗ വി ഹാവ് വിയറ്റ്നാമെന്ന് ഞാൻ മേടിച്ച ഒരു വിയറ്റ്നാമിസ് ഹാൻഡ് എംബ്രോയിഡറി. കണ്ടോ, എംബ്രോയിഡറി ചെയ്തിട്ടുള്ളൊരു ടീഷർട്ടാണ്. നന്നായിട്ടില്ലേ? ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് എനിക്ക് വയ്യാണ്ടായി കാണിച്ച് ഇനി അടുത്തത് ഷെഡി. വിയറ്റ്നാമിൽ നിന്നല്ല, ഇത് മേടിച്ച കെൽവിൻ ക്ലൈൻ്റെ ഷെഡിയുടെ വില നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ഭയങ്കര വിലക്കുറവിന് 2 ഷെഡി കിട്ടിയപ്പോൾ അതും അങ്ങ് മേടിച്ചു. ഓക്കെ, ഇനി ഇതിലെന്താ മക്കളെ, മതിയായോ? ഇനിതാ ബാംബു വെച്ചിട്ടുള്ള സോപ്പ്, ബാംബു കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബാംബു ചാർക്കോൾ സോപ്പ്, ബാംബു കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചാർക്കോൾ സോപ്പ്. ഇനി തീർന്നിട്ടില്ല. ഞാൻ ഒരു ജാക്കറ്റ് കണ്ടു ചേച്ചിക്ക്, പെണ്ണുങ്ങളുടെ ജാക്കറ്റാണല്ലോ സാറേ എന്ന് പറയണ പോലെ. ഇതാ പെണ്ണുങ്ങൾക്ക് ഇടാൻ പറ്റിയൊരു ഉടുപ്പോ ജാക്കറ്റ്, നല്ല രസമല്ലേ? ഇതിലെ പ്രൈസ് സ്ലീവ്ലെസ്, ഇത് കോഡ്രോയ് മെറ്റീരിയൽ ആണ്. അതെ, ഇത് വെറും $2.5 ഉള്ളൂ എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കും. വെറും $2.5 എനിക്ക് ഇത്ര നല്ല ജാക്കറ്റ് കിട്ടിയത്. സോ നിങ്ങൾക്ക് ഷോപ്പിംഗ് 250 rupees ഈ മെറ്റീരിയൽ തൊട്ടാൽ നിങ്ങൾ മിനിമം 1,000 rupees എങ്കിലും ഇവിടെ പറയുന്നത്. വെറും $2.5 കിട്ടിയേ. ദാറ്റ് ടു ഫ്രം വിയറ്റ്നാം കംബോഡിയ നിങ്ങൾ പോവുകയാണെങ്കിൽ ഷോപ്പിംഗ് നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് കിട്ടും. അപ്പോൾ വിയറ്റ്നാമും കംബോഡിയയും ആരും മിസ്സാക്കണ്ട. ഇത് കാണിച്ചു തരാമേ. ഇത് വിയറ്റ്നാമിൽ നിന്ന് മേടിച്ചൊരു സ്കാർഫ് എന്നൊക്കെ പറയില്ലേ, വിയറ്റ്നാം സ്പെഷ്യൽ സ്കാർഫ്. ഇതിൻ്റെ എംബ്രോയിഡറി നോക്കിയേ, എന്ത് ഭംഗിയാലേ? ഭയങ്കര ഒരു ചെറി ബ്ലോസം എംബ്രോയിഡറിയിൽ വരുന്നൊരു, ഇതിങ്ങനെയൊക്കെ ലേഡീസിന് ഇടാൻ പറ്റുന്നൊരു സ്കാർഫാണ്. ഭയങ്കര നന്നായിട്ടല്ലേ? ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ്. ഓക്കെ, ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താ? ഇനി ഇത് ഞാൻ പിന്നെ കാണിക്കാം. ഇനി കുറച്ച് വിയറ്റ്നാം എന്താ അതിനെ പറയാടാ, സോവനിയേഴ്സ് കാണിച്ചു തരാം. ഓക്കെ, സോ ഏത് കവറിൽ എവിടെ വെച്ചു? അത് ഞാൻ കാണിക്കാം, ഇപ്പം തന്നെ കാണിക്കാം. ഇനി കുറച്ച് സൊവനിയേഴ്സ് കളക്ഷനാണ്. വിയറ്റ്നാമിൽ പോയാൽ സൊവനിയേഴ്സ് മേടിക്കാണ്ട് വരുന്ന ആൾക്കാരെ ഞാൻ മണ്ടന്മാരെന്നെ വിളിക്കുള്ളൂ, കാരണം വിയറ്റ്നാമിൽ നിറയെ സൊവനിയേഴ്സാണ്.
എന്ന് പറയുന്ന ഒരു ചൈനക്കാരി ലേഡി. എങ്ങനെയുണ്ട്? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? അത് വിയറ്റ്നാമിലൊരു സൊവനിയർ ആണ്. വിയറ്റ്നാമിൽ നിന്ന് ഒരുപാട് സൊവനിയേഴ്സ് നമുക്ക് മേടിക്കാൻ കിട്ടുവേ. വിയറ്റ്നാമിലെ ഒരുപാട് സൊവനിയേഴ്സ് നിങ്ങൾ മിസ്സാക്കരുത്. ബിക്കോസ് വിയറ്റ്നാം ഒരു ഫ്ലവറിനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഫ്ലവർ, പിന്നെ ഫ്ലവർ ക്യാരി സ്പേസ് കഴിഞ്ഞോ? ഫ്ലവർ ക്യാരി ചെയ്യുന്ന ലേഡി, അതൊക്കെയാണ് വിയറ്റ്നാമിൽ എന്ത് സ്പെഷ്യാലിറ്റി. പക്ഷേ ഇത് വിയറ്റ്നാമിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അവർ പാക്ക് ചെയ്തത് തുറക്കാൻ കിട്ടില്ല. അതാണ് അവരുടെ വേറൊരു സ്പെഷ്യാലിറ്റി. സോ വിയറ്റ്നാം ഇസ് ബേസിക്കലി ഒരു ഫ്ലോറൽ. ഞാൻ നേരത്തെ ഇത് കാണിച്ചു തന്നില്ലേ? ഈ ഒരു ബ്ലോസം എന്നുള്ളൊരു ഫീലിംഗ് ആണ്. വിയറ്റ്നാം എന്തായാലും ആരും മിസ് ചെയ്യരുത്, ബിക്കോസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ വിയറ്റ്നാമിൻ്റെ അവരുടെ ഒരു ഹാൻഡ് മെയ്ഡ് ഒരു ഹാൻഡിക്രാഫ്റ്റ് നൈസ്, നല്ല രസമല്ലേ? ഇതൊക്കെ നമുക്ക് എപ്പോഴും തൂക്കിയിടാം. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു ഓർമ്മയ്ക്കാണ് അതൊക്കെ ഞാൻ ഈ മേടിച്ച് കൂട്ടിയിട്ടുള്ളത്, അല്ലാണ്ട് എനിക്ക് പ്രാന്തായിട്ടല്ല. ഇനി വിയറ്റ്നാമിൽ നിന്ന് വേറൊരു സാധനമാണ്. വിയറ്റ്നാമീസുകാർ അവരുടെ ജ്വല്ലറീസും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന അവരുടെ ഒരു ബോക്സാണ്. അവരുടെ ഒരു ആ ലേഡി വിത്ത് ഫ്ലവർ ഉള്ള നമുക്ക് ജ്വല്ലറി ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു വിയറ്റ്നാമീസ് വിത്ത് മിറർ, ഒരു വിയറ്റ്നാമീസ് സ്പെഷ്യൽ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സാധനം. ഓക്കെ, ഇനി 2 വിയറ്റ്നാമികൾ തന്നെ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള 2 കമ്മലുകളാണ്. കാണാണ്ടോ? അമ്മയ്ക്കും ചേച്ചിക്കും ഓരോ ജോഡി കമ്മൽ. വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മൽസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതെന്താന്ന് പറയാം, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഛർദിക്കോ ഒന്നും ചെയ്യരുത്. അല്ല, ഇത് കാപ്പിപ്പൊടി. അതെ, അണ്ണാൻ പോലത്തെ ഇവരുടെ ഒരു സ്ക്യുരലുണ്ട്. ആ സ്ക്യുരല് മരയണ്ണാൻ പോലത്തെ ഒരു സ്ക്യുരല് കാപ്പിക്കുരു കഴിച്ചിട്ട് അതിന്റെ കാഷ്ടമാണത്. അതിന്ന് ഉണ്ടാക്കണ കോഫി ഏറ്റവും വൺ ഓഫ് ദ എക്സ്പെൻസീവ് കോഫിയാണ്. ഇതിന്റെ സ്മെല്ല് ഇവിടെ വരുന്നു. ഇവര് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെനിക്ക് സാമ്പിൾ കുടിച്ചപ്പോൾ ഞാൻ ലൈഫിൽ ഇത്ര ടേസ്റ്റുള്ള കോഫി കുടിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് എന്തായാലും വേണം നോക്കി. അപ്പോൾ മരയണ്ണാന്റെ കാട്ടം ഒരു പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതെ, എന്തായാലും അതും ഒരെണ്ണം മേടിച്ചു. ദെൻ ഒരു വിയറ്റ്നാമുകാരുടെ ഷോട്ട് ഗ്ലാസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭംഗിക്ക് വെക്കാനുള്ള ഒരു ഷോട്ട് ഗ്ലാസ് അല്ലേ. അപ്പോൾ അതും വിയറ്റ്നാമീസുകാരുടെ ഒരു ഷോട്ട് ഗ്ലാസ് മേടിച്ചിട്ടുണ്ട്. എന്താ മക്കളെ, ഷോപ്പിംഗ് തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല. വിയറ്റ്നാമുകാരുടെ കീ ചെയിൻ 5 ഫ്രണ്ട്സിന് 5 എണ്ണം ഓരോന്ന് വിധം കീ ചെയിൻസ്. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റ് ഇത് കഴിഞ്ഞാൽ തുടങ്ങാം. ഇനി മാറ്റി വെച്ച പലതും പുറത്തെടുക്കാനുള്ള സമയമായി തുടങ്ങി അല്ലേ. ഇത് സോപ്പ്. ഇത് കുറച്ച് നല്ലൊരു മോളിൽ നിന്ന് അമ്മയ്ക്കും ചേച്ചിക്കും കമ്മലും മോതിരങ്ങളുമാണിത്. അതും വളരെ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച്, എല്ലാം ഞാൻ കാണിച്ചു തരുന്നില്ല. കമ്മൽ നോക്കൂ, നല്ല രസമല്ലേ? ഇങ്ങനത്തെ ഭയങ്കര അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ റിങ്ങാ, ഇങ്ങനത്തെ കമ്മല്. പിന്നെ അടുത്ത കമ്മൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്യും, ഇനി ഞങ്ങൾക്ക് തരുമോന്ന്. നോക്കൂ, വെറൈറ്റി ആയിട്ടില്ലേ? ഇത് നോക്കൂ, അതിലിങ്ങനെ ഒരു ഇതായിട്ട് എല്ലാം ഒരു ഫ്ലോറൽ തീമിലാണ് വിയറ്റ്നാമിൽ ഞാൻ കണ്ടത്. അപ്പം അങ്ങനെ കമ്മലും പിന്നെ അതുപോലെ 4 മോതിരങ്ങളും ഉണ്ട്. മോതിരം ഓരോന്നായിട്ട് ഞാൻ എടുത്ത് കാണിച്ചിരുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കും. അടുത്തത് ലബൂബു. 12 ലബൂബുവിന്റെ കീ ചെയിനുള്ള ഒരു ബോക്സ് ആണ്. 12 ലബൂബു. ഇതിനകത്ത് ഏത് ലബൂബു ഒളിച്ചിരിക്കണമെന്ന് അറിയില്ല. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതിലത്തെ ഒരു സാധനം ലബൂബു ആണ്. അപ്പം ലബൂബുകൾ നമുക്കൊന്ന് തുറന്നു നോക്കി, ഒരെണ്ണം നോക്കിയാലോ? ഇപ്പം എനിക്കും അറിയില്ല ഇതിനകത്ത് ഏതൊക്കെ ലബൂബു ആണ്, അറിയില്ല. അതും ഇത് കീ ചെയിൻസ് ആണ്, മനസ്സിലായാ? അപ്പം നമുക്ക് ലബൂബുവിൻ്റെ ഇപ്പോൾ ഒരു കീ ചെയിൻ നമുക്ക് എടുത്തു നോക്കാം. ചെറിയ ലബൂബു, ഭയങ്കര ക്യൂട്ട് ലബൂബു. അതും തൊപ്പിയും ഇതൊക്കെ വെച്ചിട്ടുള്ള 12 എണ്ണത്തിൻ്റെ കിറ്റാണ്. ഭയങ്കര ക്യൂട്ട്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇത് കണ്ടപ്പം. ഇതിനകത്ത് വന്നിരിക്കുന്ന ലബൂബു ഒരു ചെറിയൊരു ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിക്കുന്ന പോലെ. അച്ചടാ, ഓക്കെ, കാക്ടസ് പോലെ ഒരു കുട്ടി ലബൂബു. അയ്യോ, കാക്ടസിന്റെ ഷേപ്പ് അല്ലേ? തൊടുമ്പോ എക്സാക്ട് കാക്ടസ് പോലെ. ഇതിലങ്ങനത്തെ 12 ലബൂബുകളാണ് ഒളിച്ചിരിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ട് ലബൂബൂസിന് ഇഷ്ടപ്പെടുന്നവർക്ക് എന്ത് ചെയ്യാം, ഇത്
തായ്ലൻഡിലോ മലേഷ്യയിലോ വിയറ്റ്നാമിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്ത് ചെയ്യാൻ മേടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതായി. ഇവിടുത്തെ കോസ്റ്റ്യൂംസ് ഡ്രസ്സുകളായി. അതിലിനി ഒന്നുമില്ല. ഓക്കെ, ഇനി ഞാൻ വാച്ച് കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? വാച്ചുകൾ കാണിച്ചു, എല്ലാം കാണിച്ചു. ഇനി മാറ്റി വെച്ച കുറച്ച് സാധനങ്ങളും ഇനി ഒരു ബാഗും കൂടി എനിക്കുണ്ട്. ഈ ബാഗും കൂടി ഒന്ന് കാണിച്ചിട്ട് മാറ്റി വെച്ച് കാണിക്കാം. ഈ ബാഗിൽ തന്നെ കാണുന്നില്ലേ? ഈ ബാഗിലൊരു ടീഷർട്ടാണ്. പിന്നെയും ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തു ഇട്ടു. കാരണം എൻ്റെ ഡ്രസ്സ് 10 ദിവസത്തെ ഡ്രസ്സ് അല്ലേ, 11 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ആയി ട്രിപ്പ്. അപ്പോൾ അത് ഞാൻ ഇട്ടായിരുന്നു. പിന്നെ ഗൂച്ചിയുടെ ഒരു സൺഗ്ലാസ്. അത് പറയുമ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇത്തിരി മാറും. ഗൂച്ചി ആണല്ലോ. പിന്നെ ഞാനൊരു തൊപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാഷ്യൂ നട്ട്. ഇത് വിയറ്റ്നാം സ്പെഷ്യൽ കാഷ്യൂ. ഇത് എനിക്ക് ഞങ്ങളുടെ ഗൈഡുണ്ട്, പോങ് എന്ന് പറഞ്ഞ ഗൈഡ് എനിക്ക് വളരെ സ്നേഹത്തോടെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു ബോക്സ് ഓഫ് കാഷ്യൂ നട്ട്. ആൻഡ് റിയലി ഹാപ്പി. ഭയങ്കര ഇമോഷണൽ കണക്റ്റഡ് ആയി ഞങ്ങൾ. ദെൻ ഇതും എനിക്ക് പോങ് തന്നതാണ്. ഞങ്ങളുടെ ഗൈഡ് പോങ്ങിനെ കുറിച്ച് ഞാൻ വീഡിയോസ് ഇനി വരുന്നുണ്ട്. പോങ് എനിക്ക് ദിസ് ഇസ് മൈ കൺട്രി ആസ് എ സോവനിയർ ഫോർ യു എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോങ് ഗിഫ്റ്റ് ചെയ്തതാണ്. നല്ല ഭംഗിയില്ലേ? ഓക്കെ, ദെൻ വി ഹാവ് ചീറ്റോസ്. നമ്മുടെ നാട്ടിൽ ബാൻ ചെയ്തതാ ചീറ്റോസ്. ഇപ്പം ഇല്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഒരു പാക്കറ്റ് ചീറ്റോസ് അങ്ങനെ ബാൻ ചെയ്ത് നമ്മൾ എടുക്കില്ല എന്ന് വിചാരിച്ചോ? ഇത് അടിപൊളി ഒരു സാധനമാണ്. ഇത് ചക്ക. നമ്മുടെ നാട്ടിലെ ചക്ക ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഡ്രൈ ചെയ്തിട്ടുള്ള ചക്ക. ഭയങ്കര സ്വീറ്റ്. ഒരു കഷ്ണം കഴിച്ചൊക്കെ ഇപ്പോൾ മേടിക്കാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഞാൻ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന 2 ആനയുടെ കീച്ചെയിൻ. തായ്ലൻഡിലത്തെ 2 ആനയുടെ കീച്ചെയിൻ ഉണ്ട്. ദെൻ തായ്ലൻഡിൻ്റെ ഒരു എന്താ പറയുക, ഫ്രിഡ്ജ് മാഗ്നറ്റ്. ദെൻ ഞാൻ മേടിച്ച കുറച്ച് കണ്ണടകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ഗുച്ചിയുടെ കണ്ണട. ദിസ് ഇസ് അനദർ കണ്ണട. ഇത് പിന്നെ ഒരു ഗുച്ചിയുടെ ഒരു ബാഗാണ്. ഗുച്ചിയുടെ ഒരു ലേഡീസ് ബാഗ് മേടിച്ചു. ഇതൊക്കെ ഭയങ്കര കോപ്പി ആയതുകൊണ്ട് ഭയങ്കര. അതിനകത്ത് ഇതേ ഒരു ചെറിയ ബാഗും കൂടി ഉണ്ട്. അതിൻ്റെ അകത്തും എന്തുണ്ടല്ലോ, പേപ്പറാ. ഇതിന് നാട്ടിലെ 900 രൂപയുള്ളൂ, 900 റുപ്പീസേ ഉള്ളൂ. പക്ഷെ ഇത് ശരിക്കും ഒറിജിനലിന് 2 ലക്ഷം രൂപ വരും. പക്ഷേ നാട്ടിലെ 900 രൂപയ്ക്കാണ് മേടിച്ചത്. ഇതിൻ്റെ ശരിക്ക് ഈ ബാഗിന് ഗൂച്ചിയുടേന് 1 lakh പ്ലസ് വരും. പക്ഷേ ഇത് അതിൻ്റെ ഒരു കോപ്പിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇതിലൊരു സാധനമുണ്ട്. അത് ഞാൻ അവസാനം കാണിക്കാം. കാരണം അത് പലരും എന്നോട് ചോദിക്കും, ഇവിടെ ഉള്ളവർ തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ അത് കാണിക്കുന്നില്ല. ഇനി കുറച്ച് ഷോപ്പിംഗ് ഓൾമോസ്റ്റ് നമ്മുടെ കഴിഞ്ഞു കേട്ടോ. ഇനി എൻ്റെ അടുത്തുള്ളത് മലേഷ്യയിലൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ്, another fridge magnet. ഓക്കെ, അത് ലാസ്റ്റ്, അത് സർപ്രൈസാ. ഇത് തായ്ലൻഡിലെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ്. നല്ല രസമുണ്ടല്ലേ? അതുപോലെ തന്നെ തായ്ലൻഡിലെ വേറൊരു ഇതൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കാൻ. എൻ്റെ അടുത്ത് അഖിലൊക്കെ ഓരോ മാഗ്നറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനാ. അതെ, ഇനി ഐ ഹാവ് ഒരു ബ്യൂട്ടിഫുൾ ലേഡീസിൻ്റെ ഒരു ബ്രേസ്ലെറ്റ്. ഇങ്ങനെ കയ്യിലിടുന്ന ബ്രേസ്ലെറ്റ് ലേഡീസിൻ്റെ ആണ്. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം. നിനക്കറിയാലോ എവിടെ പോയാലും ഇത്. അപ്പം ഇത് നല്ല രസമല്ലേ? ഇത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടില്ലേ? നല്ല ഭംഗിയുണ്ട്. അതും ഒരെണ്ണം. അതും ഇതും ഞാൻ ഒരുമിച്ചിടുന്നുണ്ട്, കയ്യിലിടുന്ന സാധനങ്ങൾ. പിന്നെ ഒരു കംബോഡിയയിലെ 2 കീച്ചെയിൻ. കംബോഡിയയുടെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ്. ദെൻ വി ഹാവ് അനദർ കംബോഡിയയുടെ കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഓരോരുത്തർക്ക് കൊടുക്കാൻ. കംബോഡിയയുടെ ഒരു കീച്ചെയിൻ. ഇതൊരു ലിപ്പ് ബാമാണ്. നാച്ചുറൽ ആയിട്ട് അവരുണ്ടാക്കുന്ന ലിപ് ബാമാണ് കംബോഡിയയിലെ. ഇതൊരു നാളികേരത്തിൻ്റെ ഷേപ്പിലിരിക്കും. ഇത് തുറന്നാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തുണ്ടായിരിക്കും? ലിപ് ബാം, നാച്ചുറൽ ലിപ് ബാം. ഭയങ്കര അടിപൊളിയായിരിക്കും. അത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. ഇനി ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അവിടെ മലേഷ്യയിലല്ല, പട്ടായയിൽ ചെന്ന് ഞാൻ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്തപ്പോൾ ഫോട്ടോയ്ക്ക് നല്ല വില. ഞാൻ മേടിച്ചില്ല. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഗൈഡ് പോലൊരു പെണ്ണ്. ആ പെണ്ണ് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ പെണ്ണ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് ഇത്. ഈ ഒരു പട്ടായയിൽ ഞാൻ സ്പീഡ് ബോട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്ലേറ്റ്, പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൽ പോയതും. ഇതെനിക്ക് ആ ലേഡി ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു സാധനം. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ എല്ലാതും ആയി. ഇനി ഞാൻ അവസാനം ഇതൊരു ഭയങ്കര
കൊലച്ചതി ഷോപ്പിംഗ് ആയി പോയ ഞാൻ മേടിച്ച ഒരു ദിസ് ഇസ് എന്തെറ്റി ഇത് ഞാൻ എയർപോർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ആക്ച്വലി ദർ വാസ് എ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഗോയിങ് ഓൺ. സോ എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഇതൊരു ലണ്ടൻ ബേസ്ഡ് ബ്രാൻഡാണ്. അതിൻ്റെ ഒരു ബോഡി ലോഷൻ, മോയ്സ്ചറൈസർ ആൻഡ് ഒരു പെർഫ്യൂം. ഇതിൻ്റെ മണം എനിക്ക് ഇപ്പം തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇറ്റ്സ് ടെഡ് ബേക്കർ ലണ്ടൻ. ടെഡ് പക്ഷേ ഇത് തരൂല, കാരണം ഇത് ഭയങ്കര എക്സ്പെൻസീവ്. എനിക്ക് വളരെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ ഒരു പൊട്ടെടുത്ത് തേച്ചിട്ട് മാത്രം എൻ്റെ ഫിസിക്കൽ സ്വഭാവം ഞാൻ ഇതിൽ കാണിക്കും. ഇത് മാത്രം ഈ 3 സാധനം മാത്രം ലണ്ടനിലത്തെയാണ്. അപ്പോൾ ഇത് തേച്ച് ഞാൻ ഇനി സ്പെഷ്യൽ ഒക്കേഷൻസിന് പോവും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മുടെ വ്ളോഗിൽ പലവട്ടം ഇൻട്രപ്ഷൻസ് ഉണ്ടായിട്ടും നമ്മൾ വ്ളോഗ് പിന്നെയും നമ്മൾ തുടർന്നു. നമ്മുടെ വ്ളോഗ് ഒരു എൻഡിലേക്ക് നമ്മൾ എത്തുവാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഈ കാണുന്ന ഇത്രയധികം സാധനങ്ങൾ ഞാൻ 10 ദിവസത്തെ ഷോപ്പിങ്ങിൽ മേടിച്ചാണ്. നിങ്ങളുടെ ഫേവറേറ്റ് എന്താണ് എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേ ഒരു സാധനം ഗീവ് അവേ പറഞ്ഞിരുന്നല്ലോ, സൂട്ടോപ്പിയയുടെ ഗീവ് അവേ ഞാൻ തരുന്നതായിരിക്കും. ആ സൂട്ടോപ്പിയയുടെ ക്യാരക്ടർ കറക്റ്റായി പറയുന്നു ഒരാൾക്ക് അത് ഗീവ് അവേ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ഇനി മലേഷ്യയിലെയും തായ്ലൻഡ്, പട്ടായ, കംബോഡിയ, വിയറ്റ്നാം ഈ 5 കൺട്രീസിന്റെ വിശേഷങ്ങൾ ഷോർട്സ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും കാണണം. അപ്പോൾ ടിൽ അനദർ വീഡിയോ. ബൈ ബൈ. ടേക്ക് കെയർ.